ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു മടി പിടിച്ച ദിവസമാണ്. അപ്പോൾ എൻ്റെ ചെടികളും എൻ്റെ അക്വേറിയത്തിലെ കുഞ്ഞു മീനുകളെയും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കണേ, അല്ലാണ്ട് എന്താ. അപ്പോൾ പുതിയ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ആയിട്ട് കൂടാമെന്നു വിചാരിച്ചു. അക്വേറിയത്തിലെ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ വെള്ളത്തിന് അത്ര തെളിച്ചില്ല. ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ അക്വേറിയം ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനുകളെ മാത്രമേ കാണിക്കുന്നുള്ളൂ. നല്ല രസം. എല്ലാം ഗപ്പികളാണ്, അപ്പോൾ അവരിങ്ങനെ ഉണ്ടായിക്കോളല്ലോ തന്നെ. ഇതെൻ്റെ സാൻസവേരിയ ചെറിയ ചെടി. ഇത് വേറൊരു അഗ്ലോണിമ പ്ലാന്റ് നല്ല രസമായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴും നല്ല പൂക്കളുണ്ട്, നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? ഇങ്ങനെയുണ്ട്, രസമല്ലേ? ഇന്ന് കുറച്ച് മടി പിടിച്ച ദിവസമാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് ഇങ്ങനെ വെറുതെ ഇവരെയൊക്കെ ഒന്ന് കൊഞ്ചിച്ചിങ്ങനെ ഇരിക്കാൻ വെച്ചു. മഴയില്ല, മഴ ഉണ്ടെങ്കിൽ ഇതൊന്നും ഇത്ര ഭംഗിയിൽ നിൽക്കില്ല കേട്ടോ. ആണോ? എന്ത് രസമല്ലേ കുഞ്ഞു ഡേസി. ഹായ്, മഴയുണ്ട് പെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെ വാടി ചീഞ്ഞ പോലെയാവും. എൻ്റെ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ? ഇതിൽ വെള്ള ഡേസി ഉണ്ട്, ലാവൻഡർ ഡേസി ഉണ്ട്, വാടാമല്ലി ഡേസി ഉണ്ട്. ഇത് വാടാമല്ലി കുറച്ചുകൂടി കളറാവും കേട്ടോ. ഇപ്പോൾ ഒരു കളർ കുറവുണ്ട്. ഇത് ലാവൻഡർ. ഇതൊക്കെ നല്ല വലിയ പൂക്കളാവുക. ഇതിപ്പോൾ ഈ മഴയിട്ടൊരു സുഖമില്ലായിട്ട്. ഇത് വൈറ്റ്. ഇവിടെ നിറയെ മുട്ടകളുണ്ട്. ഞാൻ ഇതിൻ്റെ വേറെ പിക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. മുന്നത്തെ നല്ല രസമായിട്ട് ഇതിങ്ങനെ ഉണ്ടായി നിൽക്കും. ഇതിപ്പോൾ മഴ മുമ്പർക്ക് പറ്റിയില്ല തോന്നണം. പിന്നെന്താ, നിങ്ങൾക്ക് മടി പിടിക്കൂ? എനിക്ക് മടി, ഭയങ്കര മടി. ആഹാ, വട്ടന്നെ. മഴ പെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഇതിന് ഒരു വാട്ടുണ്ട് ഇലയ്ക്ക്. കുഴപ്പമില്ല, നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കണ്ടില്ലേ, കുറച്ച് യൂഫോബിയ ഉണ്ട്. ഇന്നങ്ങനെ മഴ പെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാ ചെടികൾക്കും ഒരു വാട്ടുണ്ട് കേട്ടോ. മഴ പെയ്യുമ്പോൾ എല്ലാവരും നല്ല ഉഷാറാണ്. മഴയുണ്ട്, ഒരു ദിവസം പെയ്തില്ലേ, പെയ്യായിക്കൊന്നുമില്ല. രാവിലെ പെയ്തിട്ടുണ്ട്, പക്ഷേ അപ്പുറത്തുള്ള ചെടികൾക്കൊക്കെ വാട്ടുണ്ട്. ഇതിന് വാട്ടം കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തത് വേറെ കുറച്ച് ചെടികളുണ്ട് കേട്ടോ. കുറച്ച് ഇലച്ചെടികളൊക്കെ ഉണ്ട്, നല്ല ഡിസൈനിലുള്ള ഇലച്ചെടികളൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. എന്താ പറയുക, ഇതിൻ്റെ അടുത്തുനിന്ന് മാറാൻ തോന്നുന്നില്ല. ഇതിനെ ഞാൻ തന്നെ കണ്ണ് കഴിച്ച് ഇത് കേടാവും തോന്നും. ദൈവമേ, കേടാവില്ല കേട്ടോ. ഞാൻ വേറെയും കുറേയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ചിലപ്പോൾ പെട്ടെന്നാണ് ചീഞ്ഞ് പോകും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിന്. ഹായ്, നല്ല ഭംഗിയുണ്ട്, പൂക്കളൊക്കെ അടിപൊളിയല്ലോ എന്നിങ്ങനെ വിചാരിച്ചാൽ കാണാം 2 ദിവസം കഴിഞ്ഞ് ചീഞ്ഞിരിക്കുന്നുണ്ടാവും. കുഴപ്പമില്ല, ഭംഗിയായിട്ട് കണ്ടു.
അങ്ങനെ എൻ്റെ ഈ ചെടികളാണ് ഇതൊക്കെ. കണ്ടോ, ഇതൊരു ചെടി. ഇതിൽ നിറയെ പൂവുണ്ടാവും, നല്ല ഭംഗിയാണ്. മഴക്കാലത്ത് നല്ല പൂവുണ്ടാവണം നല്ല ചെടി. ഇത് അഗ്ലോണിമല്ലേ ആയിരിക്കും ആണ്. ഇനി ഇവരൊക്കെ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരെയും എല്ലാ ഇലച്ചെടികളെയും കാണിച്ചു തരാം. അതായത് കണ്ടില്ലേ, ഇതൊരു ചെടി, ഇതൊരു ചെടി. എന്താ നല്ല ഭംഗിയുള്ള ചെടി. എല്ലാവരും ഭംഗിയാണ്. വെയിൽ വന്ന് എല്ലാവരും സ്വഭാവം മാറും, പിന്നെ എല്ലാം കരിഞ്ഞുകൊണ്ടാവും. മഴ ഇപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ടിരിക്കും. വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പൊള്ളിയ പോലെയാവും. കുറച്ച് ഇവർക്ക് ഷെയ്ഡഡ് ലൈറ്റ് വേണ്ടു, അല്ലാതെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ മഴയാണല്ലോ, അത് കാരണം കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. ഇതുണ്ട് ഒരു കുഞ്ഞൻ, എന്താ ബിഗോണിയ അത് ഡ്വാർഫ് വെറൈറ്റിയിൽ പെട്ടതാണ്. കുഞ്ഞനില്ലേ, കുള്ളൻ, ഡ്വാർഫ് വെറൈറ്റിയിൽ പെട്ടതാണ്. അവിടെയുള്ള ആ മിനിയേച്ചറിൻ്റെ അതൊരു ഡിഫറെൻ്റാണ്, പക്ഷെ നല്ല രസമാണ്. നിറയെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള പോവാം. ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത വീട്ടിൽ ഒന്ന് കൊണ്ടുവന്നതാണ്. നല്ല ഭംഗിയുള്ള പൂവുകൾ അല്ല, ഈ പ്ലാന്റ് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉണ്ടായി വരും. അതുപോലെ നേരത്തെ അതിന് ഒരു തയ്യ കടയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം അതിനെ വെച്ചാൽ ഞാനിത് കണ്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു യൂഫോബിയ. ഭയങ്കര രസമാണ്, ഭയങ്കര ഡിഷായിട്ടുള്ള ഒരു ഫ്ലവർ അതിലുണ്ടാവും. ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയായിരിക്കും, നല്ല ലൈറ്റ് ഗ്രീൻ ആവും, ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ. പിന്നെ നല്ല ചില്ലി റെഡ് ഫ്ലവേഴ്സും. ഇത് നമ്മുടെ ഞാൻ പിന്നെ ഈ പ്ലാന്റ് എൻ്റെ അടുത്ത് മുന്നുണ്ടായിട്ടില്ല കേട്ടോ, അത് എൻ്റെ അടുത്ത് മിസ്സായി. പിന്നെ എനിക്കൊരു നഴ്സറിയിൽ നിന്ന് കിട്ടിയത് അത്. അതിൽ നല്ല സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയായിട്ടല്ല അതിരുന്നായിരുന്നു. അപ്പോൾ ആളതിന്ന് ഒരു കമ്പ് ഇത് കൊണ്ടുപോകണ്ട, അപ്പോൾ ഞാൻ പറഞ്ഞൊരു കമ്പ് ചോദിച്ചപ്പോൾ ഒരു കമ്പ് തന്നെ എനിക്ക് അതായി വന്നതാണ്. ഞാൻ പൂവുണ്ടാകുമ്പോൾ കാണിച്ചു തരാം. പക്ഷേ ഇത് നമ്മുടെ ശോഭ സിറ്റിയിൽ ആ ഫ്രണ്ടിലെ ഗാർഡനിൽ നിറയെ നിൽക്കുന്നുണ്ട് ചുറ്റും, എന്ത് രസമായിട്ടാണ്. അപ്പോൾ ഞാൻ മോനെന്നോട് മോനേട്ടാ ഞാൻ കൊണ്ടുവന്ന് വെച്ച ചെടിയാണിത്, അതിലിങ്ങനത്തെ ഫ്ലവർ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ നല്ല നല്ല കളറാണ്. ഫ്ലവർ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. വീണ്ടും എൻ്റെ മറ്റൊരു ബിഗോണിയ, എവിടെ നോക്കിയാലും കേട്ടോ. പിന്നെ ഞാൻ എല്ലാ ചട്ടിയിലും ഇങ്ങനെ വെക്കും, തലപ്പ് നിറയെ ഒരു ചട്ടിയിൽ കുറേ തലപ്പ് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ അതിങ്ങനെ നല്ലോണം പൊട്ടി തഴച്ചുണ്ടാവും. അങ്ങനെ വെച്ച് അങ്ങനെ ഫ്ലവേഴ്സൊക്കെ നിലത്ത് വീണിരിക്കുന്നുണ്ട്. സുന്ദരിയാ അല്ലേ. ഇത് പിന്നെ യൂഫോബിയ, ഇവരൊക്കെ നല്ല രസമാണ്. ആരേലിയ, ഇവരൊക്കെയാണ് താരങ്ങൾ മഴയത്തെ. മഴക്കാലത്ത് ഇവർക്കാണ് ഡിമാൻഡ്. ഫ്ലവേഴ്സ് അധികം ഉണ്ടാവില്ല. അപ്പം ഞാൻ മഴ സമയത്ത് എന്ത് പണി വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നേക്കും ഫ്രണ്ടിൽ. അപ്പോൾ നല്ല ഭംഗിയിലിരിക്കും. ഇവിടെ മുറ്റത്ത് നല്ല വെയിലാണ്. അപ്പോൾ വെയിൽ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെയൊന്നും ഇവിടെ വയ്ക്കാൻ പറ്റില്ല, ഇലയൊക്കെ പൊള്ളിപ്പോവും. അപ്പോൾ എല്ലാവരെയും ഷെയ്ഡിലേക്ക് മാറ്റും. ഭംഗിയുള്ള ലീവ്സ് അല്ലേ, കണ്ടോ. ആഹാ, പൂവിനേക്കാളും ഭംഗി ഇലകൾക്ക് എന്ന് പറയണം അല്ലേ. അപ്പോൾ മഴക്കാലത്ത് ഇവർ സൂപ്പറാണ്. കണ്ടോ, കണ്ട് എനിക്കെന്നെ വട്ടവും തോന്നുന്നു. പിന്നെ എൻ്റെ കാശ്മീരി റോസ് ഇതിൻ്റെ പൂവ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയിലായിരുന്നു 2 ദിവസം മുന്നേ. പിന്നെ ഇതാണ് അക്യുമിനസിൻ്റെ പൂവുണ്ടോ, സുന്ദരിയല്ലേ. നമ്മുടെ വേറൊരു അഗ്ലോണിമ
റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സംഭവം. ഇതാണ് ഫസ്റ്റിൽ നമ്മുടെ അവിടെയൊക്കെ വന്നത് റെഡ് ലോണിമ അല്ലേ. ഇന്നിപ്പോൾ ഭയങ്കര വെറൈറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വേറൊരു യൂഫോബിയ ലീവ്സ. ഇത് വേറൊരു യൂഫോബിയ അല്ല, ബിഗോണിയ. തെറ്റിപ്പോയി, ബിഗോണിയ. നല്ല ഭംഗിയുള്ള ലീവ്സ് അല്ലേ. പക്ഷെ എല്ലാം വെയിൽ പാടില്ല. എൻ്റെ പേരെനിക്കറിയാം, കലാത്തിയ അല്ലേ. കലാത്തിയ പ്ലാന്റ്സ്. ഇത് ഭംഗിയുള്ള ചെടികളൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചോട്ടോ. മുന്നുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ അടുത്ത് പോയി. ഇപ്പോൾ വീണ്ടും നല്ലൊരു അഗ്ലോണിമ. ഇത് എന്താ അഗ്ലോണിമ ഇനി ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. ഇതിൻ്റെ ഇല നോക്കിയേ, ഇതിൻ്റെ ഇവിടെ പോയിൻ്റ് ടിപ്പായിട്ട് നല്ല രസമുള്ള ചെടി. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഫെമി തന്നതാണ്. ഫെമിയുടെ വീട്ടിലെ ചെടിയാണത്. ഇതും അതെ, ഇത് ഫെമി തന്നതാണ്. ഇത് ചേച്ചിയുടെ അടുത്ത വീട്ടിലെ പ്രിയ തന്ന ചെടി. അങ്ങനെ ഓരോ ചെടികൾക്കും ഓരോ കഥകളും ഓർമ്മകളും ഒക്കെയാണ്. ഇത് ഫെമി തന്ന ചെടി. ഭംഗിയില്ലേ ഒക്കെ അങ്ങനെ ഇരിക്കണാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നാളെ ഈ മടിയൊന്നും ഇല്ലാണ്ട് നല്ല പ്രോജക്റ്റുകളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.